ഒരു പാസ്റ്റ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു എക്സ് പേഴ്സൺ തന്നെയാണ്. ഈ പേഴ്സൺ ഒരു ഓവർ തിങ്കറാണ്. പക്ഷേ അവരുടെ ട്രൂ ഫേസ് ഒരിക്കലും അവർ പുറമേ കാണിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇവർക്കൊരു സ്ട്രോങ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവർ ഭയങ്കര വർക്ക്ഹോളിക്കാണ്. ഈ വ്യക്തി ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ്. നിങ്ങൾ ഇവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമുള്ള ഹെൽപ്പും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുപോലെ നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മാക്സിമം നിങ്ങൾ ഷോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് കുക്കിംഗ്, ക്ലീനിങ്, ഓഫീസ് വർക്ക്, അങ്ങനെ ഈ പേഴ്സൺ ആവശ്യമുള്ളത് എന്തെല്ലാമോ അതിലെല്ലാം നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നു. കാരണം അത് നിങ്ങളുടെ സ്നേഹമാണെന്ന് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ അവരെ ഓവർ ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഈ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തു. അവർ കരുതി ഈ തേർഡ് പാർട്ടി വളരെ നല്ലൊരു വ്യക്തിയായിരിക്കുമെന്ന്. ശരിക്കും ഈ തേർഡ് പാർട്ടിക്ക് പക്ഷേ നിങ്ങളെ ഇഷ്ടമായിരുന്നില്ല. കാരണം നിങ്ങളുടെ പേരിൽ അവർ തമ്മിൽ ഈഗോ ക്ലാഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തേർഡ് പാർട്ടിയും ഈ വ്യക്തിയും തമ്മിൽ ഒരുപാട് ഫൈറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഈഗോ ഉണ്ട്. എന്നാൽ എന്താ പറയണേ, ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുന്ന ടൈമിൽ നിങ്ങളായിരുന്നപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ തേടിപ്പോയി? കാരണം നിങ്ങൾ ഇത്രത്തോളം സ്നേഹിച്ചിരുന്നു, ഇത്രയെല്ലാം അവരെ ഹെൽപ്പ് ചെയ്തിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അവർ തേർഡ് പാർട്ടിയെ തേടിപ്പോയതെന്ന്. അപ്പോൾ അതിനൊരുപാട് കാരണങ്ങളുണ്ടാകാം. എപ്പോഴും എന്താ പറയുക, ഒരു പാർട്ട്ണറിൽ നിന്ന് ഒരു വാലിഡേഷൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ളവരും അങ്ങനെയുള്ളവർ ഇതൊക്കെ ചെയ്യും. അതുപോലെ തന്നെ മദർ വൂൺസ് ഉള്ള പുരുഷന്മാരുണ്ട്. അവരും എപ്പോഴും ഇങ്ങനെയായിരിക്കും. അതായത് ഒരു സ്ത്രീയിൽ നിന്നും അവർ ഇങ്ങനെ മറ്റ് സ്ത്രീകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതൊരു കോമൺ തിങ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ പോലും അവർക്ക് നിങ്ങളിൽ ഒരിക്കലും സെറ്റിലാകാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. ഇനി നിങ്ങൾ വിചാരിക്കും അവരടുത്ത വ്യക്തിയിൽ സെറ്റിലായെന്ന്. അവിടെയും അവർ സെറ്റിലാവില്ല. അവരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്താണ് ഈ വ്യക്തിക്ക് സംഭവിച്ചതെന്നറിയില്ല. എന്തായാലും വളരെയധികം കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ. ഇപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലും ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. അവർക്കറിയാം ശരിക്കും അവരെ ഫീൽ ബെറ്റർ ആക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം അവരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ കേൾക്കും. അവരുടെ എല്ലാ ഗാർബേജും നിങ്ങൾ സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ എത്ര പ്രാവശ്യം വിട്ടുപോയാലും തിരിച്ചു വരുമ്പോൾ നിങ്ങൾ വീണ്ടും അവിടെ ഉണ്ടാകും. എന്തിനാണ്? അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഈ വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും അത്ര സുഖകരമായൊരു അവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളതെന്ന്. ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു വയ്യാത്ത ഒരു സിറ്റുവേഷനൊക്കെ തന്നെയാണ് ഇപ്പോൾ. എന്തായാലും അവരുടെ എനർജിയും എനർജിയൊക്കെ താഴ്ന്ന ഒരു ലോ മോട്ടിവേറ്റഡ് ആണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവർക്കിപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം. എന്തെങ്കിലും സോഫ്റ്റ് സ്റ്റോറിയൊക്കെ ആയിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അവർക്ക് തിരിച്ചു വരണമെന്ന് തോന്നുവാൻ കാരണം. ഇപ്പോൾ അവരെന്തായാലും ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുമായിട്ടൊരു പുതിയ ബിഗിനിങ് വേണം എന്നൊക്കെ. എന്തായാലും ഇവിടെ ഇത് കർമ്മയുടെ കണക്കാണ്. അവർ ആക്ച്വലി നിങ്ങളോട് എന്താണോ ചെയ്തത് അത് തന്നെ തേർഡ് പാർട്ടി അവരോടും ചെയ്യുന്നുണ്ട്. അവരൊരിക്കലും നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റിന് തയ്യാറായിരുന്നില്ല. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും നിങ്ങൾ അവരെ എത്തിക്കുമായിരുന്നു. ഇപ്പോൾ ശരിക്കും തേർഡ് പാർട്ടി അവരെ അതേ ഒരു സിറ്റുവേഷനിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. ഈ തേർഡ് പാർട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരോട് ഓപ്പൺ ആകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോഴാണ് അവർ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുക.
പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഒരാളല്ല. അവർ ഒരു നാർസിസിസ്റ്റിക് നേച്ചറുള്ള വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നത് ഈ പേഴ്സൺ തേർഡ് പാർട്ടീനെ വിട്ടിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചിന്തയിലാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അവർക്ക് ഇങ്ങനെ ഒരിക്കലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ കാരണം. ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവരോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് റിലേഷനിൽ എഫേർട്ട് ഇടേണ്ടി വരും. പക്ഷേ അവരുടെ ഈഗോയും പ്രൈഡും ഒന്നും ഒരിക്കലും അതിന് അവരെ സമ്മതിക്കില്ല. നിങ്ങൾ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ടോ? അതായത് ഒരുപാട് കാര്യങ്ങൾ അവരവരുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടോ ചെയ്തു കൊടുക്കും. പക്ഷേ എന്താ ഒരു പ്രശ്നം എന്നറിയോ? ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ ഉണ്ടല്ലോ, അതിനൊരിക്കലും ഒരു വാല്യൂ കൊടുക്കില്ല. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ തന്നെ അല്ലേ, നിങ്ങൾ ഒരുപാട് ചെയ്ത് കൊടുത്തിട്ടും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടീനെ തേടിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ വ്യൂവേഴ്സിനോടൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒരിക്കലും ആളുകളുടെ എന്താ പറയുക പുറകെ നടന്നിട്ട് അവർക്ക് ഓരോന്നും ചെയ്തു കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് നമ്മളുടെ അടുത്ത് ഒരു സ്നേഹവും വാല്യൂവും ഒന്നും ഉണ്ടാവില്ല. അത് ശരിക്കും സ്നേഹമല്ല. റിയൽ ലവ് ആണെങ്കിൽ അത് നേടാനായിട്ട് നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് റിയൽ ലവ് എന്ന് പറയുന്നത് ശരിക്കും മനസ്സിൽ നിന്നും തോന്നുന്ന ഒരു വികാരമാണ്. അതായത് നിങ്ങളൊരു റിലേഷൻഷിപ്പിലാകുമ്പോൾ അത് ഒരു ചലഞ്ചിങ് ആയിട്ടാണ് ചില വ്യക്തികൾ കാണുന്നത്. ഒരു റിലേഷൻഷിപ്പിൻ്റെ ബിഗിനിങ്ങിൽ എസ്പെഷ്യലി ഗേൾസ് ഒരുപാട് കാര്യങ്ങൾ അവരുടെ പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ ലവറിന് വേണ്ടി ചെയ്തു കൊടുക്കും. ആ സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർ ചിന്തിക്കും അവർ വളരെയധികം വാല്യുബിൾ ആണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ മെന്നിനേക്കാളും വിമനാണ് അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് കൂടുതലും കാര്യങ്ങൾ. എന്നാൽ ചില ചിലരിൽ എന്താ പറയുക, ഈ ആണുങ്ങളും അങ്ങനെ ഒരുപാട് ടൂ മച്ച് ആയിട്ട് അവരുടെ ഗേൾ ഫ്രണ്ട്സിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവരത് ലീവ് ചെയ്യും. നിങ്ങളിങ്ങനെ ഒരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവരെന്താ വിചാരിക്കുകയെന്നറിയോ? അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ വയ്യ, അല്ലെങ്കിൽ അവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലുത് എന്നൊക്കെ ഒരു ചിന്തയുണ്ടാകും അവർക്ക്. ശരിക്കും സത്യത്തിൽ അവരുടെ ചിന്ത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത് ഞാൻ എന്താ പറയുക, ഒരിടത്തൊന്നും വായിച്ചിട്ട് പറയണമെന്നല്ല ഫ്രണ്ട്സ്. ട്രസ്റ്റ് മീ, ദിസ് ഈസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഒരിക്കലും ഒരു മെന്നായിക്കോട്ടെ വിമനായിക്കോട്ടെ നിങ്ങളാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വാല്യുബിൾ എന്ന് ആരെയും നമ്മൾ ഫീൽ ചെയ്യിക്കാൻ നിൽക്കരുത്. ഒരിക്കലും നമ്മൾ ഫീൽ ചെയ്യിക്കരുത്. ഒരിക്കലും അവർക്കത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊരു വാല്യൂം അവിടെ ഇല്ലാണ്ടാകും. നിങ്ങളുടെ കരിയർ, പീസ്, നിങ്ങളുടെ എല്ലാം അവർ റൂയിൻ ചെയ്യും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പക്ഷേ വേറെ കാര്യമുണ്ട്, ഞാനിപ്പോൾ ഇതെല്ലാവരെയും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ പറയണം. നല്ല ആളുകൾ ഒരുപാട് പേരുണ്ടാവും, എൻ്റെ വീഡിയോ കാണുന്നവരിലും ഒരുപാട് നല്ല ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങളെന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ലോകത്തിൽ ആളുകൾ അധികം പേരും ഇങ്ങനെ തന്നെയാണ്. ഇമോഷണലി ഇമ്മച്ചുറും അവോയ്ഡൻസും ഒക്കെയാണ്. അവർക്കെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവർ ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാൻ അവർക്ക് കഴിയില്ല. ഒരുപാട് ആളുകൾ സഫർ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് ശരിക്കും അൺബിലീവബിൾ ആയിരിക്കും നമുക്ക്, പക്ഷെ ഒരുപാട് ആളുകൾ സഫർ ചെയ്യുന്നുണ്ട്. അവരില്ലാതെ നിങ്ങൾക്ക് എന്താ പറയുക ജീവിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ നമ്മൾ ഒരിക്കലും അവരിൽ തോന്നിപ്പിക്കാനേ പാടില്ല. ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയുകയാണ്, നിങ്ങളിപ്പോൾ ഒരു പുതിയ റിലേഷനിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണറാണ് നിങ്ങളുടെ ജീവൻ, അല്ലെങ്കിൽ അവരാണ് എല്ലാം, അവരില്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല എന്നൊന്നും ഒരിക്കലും അവരോട് പറയുകയോ നിങ്ങളങ്ങനെ ചിന്തിക്കുകയോ ചെയ്യാനും പാടില്ല. ഒരിക്കലും അവർക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫ്, ഞാൻ പറഞ്ഞല്ലോ, റോയിനാകുമെന്നുള്ളത്. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് നിങ്ങളെ എനിക്ക് കിട്ടിയത്, അങ്ങനെയൊന്നും ഒരിക്കലും പറയുകയും ചിന്തിക്കുകയും ചെയ്യരുത്. നമ്മൾ ഇമോഷണലി ആരുടെ മുമ്പിലും അടിയറവ് പറയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ എന്നെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് എന്നൊരു ആറ്റിറ്റ്യൂഡായിരിക്കണം നമുക്ക് എപ്പോഴും വേണ്ടത്. നീ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഹാപ്പിനെസ് ഉണ്ട്, ബട്ട് ഞാൻ അതോടൊപ്പം എനിക്കും എൻ്റെ കരിയറിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ എനിക്ക് എൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. എന്നെ കംപ്ലീറ്റ് ആക്കുവാൻ എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ആണ്. ഇനി നിങ്ങൾ എൻ്റെ ലൈഫിലേക്ക് വന്നാൽ ഞാൻ ഓക്കെ, ഞാൻ ഹാപ്പിനെസ് ഷെയർ ചെയ്യാം. പക്ഷെ അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. നിങ്ങൾ എൻ്റെ ലൈഫിൽ വന്നിട്ട് എന്നെ ഒരു ഗാർബേജായി ട്രീറ്റ് ചെയ്യാനാണെങ്കിൽ വേണ്ട. അർഹിക്കുന്ന റെസ്പെക്റ്റ് എനിക്കും വേണം. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കണം നമ്മളുടെ റിലേഷൻ.
ഇതൊക്കെ ആയിരിക്കണം ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ട കാര്യങ്ങൾ. ഒന്നും അധികമായി ആർക്കും നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷനിൽ സംഭവിച്ചത് അത് തന്നെയല്ലേ? അവരിപ്പോൾ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ കാരണം ആ പഴയ പ്രയോറിറ്റി നിങ്ങളിൽ നിന്നും അവർക്ക് കിട്ടുമെന്നറിയാം. നിങ്ങൾ മാത്രമേ അങ്ങനെ ചെയ്യൂ എന്നും അവർക്കറിയാം. ഞാനിനി നിങ്ങളോട് ചോദിക്കട്ടെ, ഈ തേർഡ് പാർട്ടിയുടെ അടുത്തുനിന്ന് അവർ തിരിച്ചു വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ? നിങ്ങൾ എസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ധാരാളം ഇന്നർ വർക്കുകൾ ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾ അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള ഒരു ഡോർമാറ്റ് സിൻഡ്രത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മറ്റുള്ളവർക്ക് നിങ്ങളെ ഒരു ഡോർമാറ്റായി കാണാനുള്ള അനുവാദം നിങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യുക? നിങ്ങൾ കരുതും അവരെ തിരിച്ച് സ്വീകരിക്കാം, അവർ ചേഞ്ച് ആയിട്ടുണ്ടാകുമെന്ന്. എന്നാൽ റിമെമ്പർ വൺ തിങ്, ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ചേഞ്ച് ആവില്ല. നിങ്ങളെ ഉപേക്ഷിച്ചവർ മറ്റൊരാളുടെ കൂടെ പോയിട്ടുണ്ട് എങ്കിൽ അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. നിങ്ങളോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവർ വേറൊരു വ്യക്തിനെ നോക്കുക കൂടിയില്ല. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, ട്രൂ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി വീണ്ടും ഐ ലവ് യു എന്ന് പറഞ്ഞു വരുന്നെങ്കിൽ മനസ്സിലാക്കിക്കോ, അവരെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും നിന്നു കൊടുക്കാതിരിക്കുക.